ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് വളരെയധികം സന്തോഷത്തിലാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 2.5 മാസമായിട്ടുള്ളൂ. അപ്പത്തിനും ഞങ്ങൾക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ്. നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ കാര്യം സാധിച്ചത്. ഇനി അങ്ങോട്ട് നിങ്ങൾ ഇതേപോലെ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിന്ന് കുറച്ച് മധുരമായാലോ? ഒരു അടിപൊളി കാരമൽ സേമിയം പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് നമുക്കൊരു 4 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമുക്ക് എണ്ണയും യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ നമ്മൾ നെയ്യ് ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടുക. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കാഷ്നട്ടും ഉണക്കമുന്തിരിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. നിങ്ങൾക്കിത് കൂടുതൽ വേണമെങ്കിൽ നിങ്ങളെ ഇഷ്ടത്തിന് കൂടുതലും എടുക്കാം, കുറച്ച് വേണമെങ്കിൽ നിങ്ങളെ ഇഷ്ടത്തിന് കുറച്ചായിട്ടും എടുക്കാം. ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. നമുക്കിനി അതേ പാനിലേക്ക് സേമിയം ഇട്ടിട്ട് വറുക്കാം. ഈ സേമിയം ഒന്ന് കളർ മാറി വരുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം വറുക്കാത്ത സേമിയം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തത് നമുക്ക് 1 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. അതൊരു പാത്രത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കാരമലൈസ് ചെയ്തിട്ട് എടുക്കാം. ഒരു ടോഫി ഫ്ലേവർ ആയിട്ടാണ് നമുക്കിത് കിട്ടുക. നിങ്ങൾക്ക് ആ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ചധികം പഞ്ചസാര ആഡ് ചെയ്യാം. മിക്സ് ചെയ്തും കൊണ്ടേയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റൗവിൻ്റെ തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും വേണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കട്ടയാവും. ഇതാ നമ്മളുടെ ഇവിടെ ഏകദേശം കാരമലൈസ്ഡായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/2 ലിറ്റർ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഏകദേശം 1.5 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. ഓരോ സ്റ്റെപ്പിൽ 1/2 ലിറ്റർ ആയിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പാൽ ഒഴിച്ചതിന് ശേഷം നല്ല അളക്കാൻ ശ്രമിക്കണം, ഇല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും. ഈ സ്റ്റെപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ പായസത്തിൻ്റെ ടേസ്റ്റ് തന്നെ ആകെ മാറും. അതുകൊണ്ട് ഈ സ്റ്റെപ്പ് പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യുക. ഇനി ഈ ഒരു ടൈമിൽ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ പായസത്തിന് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇതിങ്ങനെ മിക്സ് ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിങ്ങനെ കട്ട പിടിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. പെട്ടെന്ന് നമുക്ക് മെൽറ്റായി കിട്ടില്ല. പാലൊഴിക്കുമ്പോഴാണ് ഇതൊന്ന് നല്ല കട്ടിയാവുക. അപ്പോൾ പേടിക്കാനൊന്നുമില്ല, ഇളക്കിക്കൊണ്ടേ ഇരുന്നാൽ നമുക്കത് അലിഞ്ഞു കിട്ടും. അപ്പോൾ ഇവിടെ പാലിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സേമിയം ചേർത്ത് കൊടുക്കാം. സേമിയം ചേർത്തതിന് ശേഷം നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. സൈഡ് ചേർത്തിട്ട് അടി പിടിക്കാത്ത രീതിയിലാണ് ഇളക്കിയെടുക്കേണ്ടത്. പാല് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അടിയിൽ കട്ട പിടിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഏകദേശം ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ തിളച്ചോട്ടെ. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ സേമിയം ചേർത്ത് കൊടുക്കാം. ഞങ്ങളിവിടെ ചേർക്കുന്നില്ല. ഈ ഒരു ടൈമിൽ നമുക്ക് 1/2 ലിറ്റർ പാലും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ 1 കപ്പ് പച്ചവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല ഒന്ന് ഇളക്കിയെടുക്കാം. പാല് നല്ല തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് കുറച്ച് സാബുനരി നമുക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ളതാണ്, അതായത് ചെറിയ ഇതിലുള്ള സാബുനരി. ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളത്തിൽ വേവിച്ചെടുത്തതാണ്. ഇടയ്ക്ക് ഇതിങ്ങനെ കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇത് നേരത്തെ വേവിച്ച് വെച്ചുകൊണ്ട് ഒന്ന് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. അപ്പം തന്നെ വേവിച്ചിടുകയാണെങ്കിൽ ഇങ്ങനെ കട്ട പിടിക്കാൻ ചാൻസ് ഇല്ല. അത് നേരത്തെ വേവിച്ച് വെച്ചുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒന്ന് കട്ട പിടിച്ച് വന്നത്. അത് പക്ഷേ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അത് വേറിട്ട് കിട്ടും. ഇനി നമുക്കിത് 2-3 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം.
ഇനി നമ്മൾ കുറച്ച് ഏലക്കായ പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഫ്ലേവറും സ്മെല്ലും കിട്ടും. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല ഇളക്കി കൊടുക്കാം. ഫ്ലേവർ ഒന്ന് ബാലൻസ് ഔട്ട് ചെയ്യാൻ നമുക്കൊരു പിഞ്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. നമ്മുടെ കാരമലൈസ്ഡ് സേമിയ പായസം ഇവിടെ റെഡിയാണ്. കുറച്ച് കൂടുതൽ അളവിലൊക്കെ സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം പാല് എക്സ്ട്രാ കരുതി വെക്കണം. കാരണം ചില സേമിയൊക്കെ വെന്ത് കഴിയുമ്പോൾ കുറുകി വരും. അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് കട്ടി കൂടുകയാണെങ്കിൽ നമുക്ക് കുറച്ച് എക്സ്ട്രാ പാലുണ്ടെങ്കിൽ അത് ചേർത്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മെയിനായിട്ട് ഈ പായസം ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു 1-2 കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ചൂടോടുകൂടെ നമ്മൾ ആ സമയത്ത് തന്നെ സെർവ് ചെയ്യുകയാണെങ്കിൽ നമ്മളെടുത്ത പാലും വെള്ളമൊക്കെ കറക്റ്റായിരിക്കും, കുറുകി വരില്ല. പക്ഷേ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ടാണ് സെർവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറച്ച് എക്സ്ട്രാ പാലും വെള്ളമൊക്കെ വേണ്ടി വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഇനി അഥവാ കുറച്ച് കഴിഞ്ഞ് സെർവ് ചെയ്യുമ്പോൾ കുറുകി വരികയാണെങ്കിൽ കുറച്ച് പാല് തിളപ്പിച്ചിട്ട് കുറച്ച് പഞ്ചസാരയും നെയ്യും ഏലക്കായും ഇട്ട് തിളപ്പിച്ചതിന് ശേഷം ഈ പായസത്തേക്ക് ചേർത്ത് കൊടുത്താൽ പായസത്തിൻ്റെ ടേസ്റ്റ് മാറാണ്ട് നമുക്ക് കിട്ടും. അല്ലാണ്ട് വെള്ളമൊന്നും പെട്ടെന്ന് ചേർത്തിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യരുത്. അപ്പോൾ നമുക്കിതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ.